ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബികോമിലെ HRM എന്ന സബ്ജക്റ്റിലെ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം, ഏതൊക്കെയാണ് കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഏതൊക്കെ പോർഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ 2020 നവംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ സബ്ജക്റ്റിൻ്റെ പേരിന് HRM എന്നാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസുകളുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടേംസുകൾ ഈ ഷോർട്ട് ആൻസറിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRP, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ വാട്ട് ഈസ് ജോബ് അനാലിസിസ്. അപ്പോൾ ജോബ് അനാലിസിസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനോട് കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ് എന്നൊക്കെ. അപ്പോൾ അത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ജോബ് അനാലിസിസ് എന്താണ്, ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ്, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് അനാലിസിസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് മെറിറ്റ് റേറ്റിംഗ്, എന്താണ് മെറിറ്റ് റേറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ റിക്രൂട്ട്മെൻറ്റ്. അതേപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്. ദെൻ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, MBE, MBO ഒക്കെ ഉണ്ട്. അപ്പോൾ MBE എന്താണ്. വാട്ട് ഈസ് ഇൻഡക്ഷൻ അപ്രോച്ച്. ദെൻ ട്രെയിനിങ്ങിലുള്ളതാണ്. ദെൻ വാട്ട് ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓൺ ദ ജോബും ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. ദെൻ വാട്ട് ഈസ് മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് റോൾ പ്ലേയിങ്. ഡിഫൈൻ പെർഫോമൻസ് അപ്രൈസൽ, എന്താണ് പെർഫോമൻസ് അപ്രൈസൽ. പിന്നെ മെൻഷൻ ദ എയിം ഓഫ് ഡിസിപ്ലിൻ്റെ എയിം ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാനും. ഓക്കെ, ഇനി ഒരു 6 മാർക്കിൻ്റെ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സ്കോപ്പ് എന്താണ് HRM എന്നുള്ളതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് HRM. Then what are the functions of human resource manager functions. What are the barriers of human resource planning. Then difference between job enlargement and job enrichment. Then explain the advantage of job evaluation. What are the objectives of induction. Then explain the career development process. അപ്പോൾ അതിൽ നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കുറേയൊക്കെ ഇവിടെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം, ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എസ്സേ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽ ഓഫ് ദി ഇവാലുവേഷൻ ഓഫ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പരിണാമത്തെ പറ്റിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഇവല്യൂഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ് ഇൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഉണ്ടല്ലേ, വീണ്ടും റിപ്പീറ്റ് അഗെയിൻ. ദെൻ എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് MBO. അപ്പോൾ MBE നേരത്തെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അവിടെ ചോദിച്ച്, ഇപ്പോൾ ഇവിടെ എസ്സേയിൽ MBO മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. നെക്സ്റ്റ്, ഡിഫൈൻ ഗ്രീവിയൻസ്, എക്സ്പ്ലെയിൻ ദ കോസസ് ഓർ സോഴ്സ് ഓഫ് ഗ്രീവിയൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2020 ചോദിച്ചിട്ടുള്ളത്. ഇനി 2021 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ജോബ് സമ്മറി, എന്താണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജോബ് ഡിസൈന്, ജോബ് ഇവാലുവേഷന്, മെറിറ്റ് റേറ്റിംഗ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്, വാട്ട് ഈസ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, വാട്ട് ഈസ് സിമുലേഷൻ. ദെൻ നെക്സ്റ്റ്, ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് പെയ്ഡ് കമ്പാരിസൺ, വാട്ട് ഈസ് കരിയർ പ്ലാനിങ്. ദെൻ വാട്ട് ഈസ് പ്രൊസീജിയൽ ഫെയർനെസ്, വാട്ട് യു മീൻ ബൈ ഡിസിപ്ലിൻ, വാട്ട് ഈസ് മിസ്കണ്ടക്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് HRM എപ്പോഴും പഠിക്കേണ്ടതാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പേഴ്സണൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ദെൻ മെൻഷൻ ദ യൂസസ് ഓഫ് ജോബ് അനാലിസിസ്. ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജോബ് ഇവാലുവേഷനും ജോബ് അനാലിസിസും. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്.
ദെൻ എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിൻ്റെ പർപ്പസ്, എന്തിനാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത് എഴുതാൻ. എക്സ്പ്ലെയിൻ ദ കരിയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, ഇനി എസ് എ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഔട്ട് ദി ചാലഞ്ച് ബിഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് മുമ്പിലുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്. ദെൻ വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽ ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് MBO ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ ഗ്രീവിയൻസ്, എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് സോഴ്സ് ഓഫ് ഗ്രീവിയൻസ്. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി കഴിഞ്ഞ വർഷം 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്റേൺഷിപ്പ്, എന്താണ് ഇൻറ്റേൺഷിപ്പ്. ദെൻ റൈറ്റ് ദ മീനിങ് ഓഫ് ഓപ്പറേഷണൽ EHRM. ദെൻ വാട്ട് ഈസ് ജോബ് സ്പെസിഫിക്കേഷൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഹാലോ എഫക്റ്റ്. Then next, what is mean by employee grievance, repeated question ആണ്. How job evaluation is different from job analysis. job evaluation job analysis തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ്. ജോബുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടതുള്ളതാണ്. ജോബ് ഇവാലുവേഷൻ, ജോബ് അനാലിസിസ്, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിക്കാം. ദെൻ വാട്ട് ഈസ് ഫോർമൽ അപ്രൈസൽ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്. What is benchmarking? What do you mean by critical incidental appraisal method? What are fringe benefit? ഇൻസെൻറ്റീവ്സിലൊക്കെ പെട്ടതാണ്. വാട്ട് ഈസ് മോണിറ്ററി ഇൻസെൻറ്റീവ്സ്, മോണിറ്ററി ഉണ്ട്, നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ദെൻ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ്. EHRMൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, എന്താണ് EHRM, അതിൻ്റെ ടൈപ്സ്. വാട്ട് ആർ ദ കണ്ടൻറ്റ് ഓഫ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഇൻഡക്ഷൻ പ്രോഗ്രാം ഓഫ് എൻ എംപ്ലോയി. ഓക്കെ, ഒരു ഇൻഡക്ഷനിൽ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇൻഡക്ഷൻ. അതിലെന്തെല്ലാം കണ്ടൻറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദ ക്രൈറ്റീരിയ വുഡ് യൂസ് ടു ഇവാലുവേറ്റ് ദ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ഏതാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ ലിമിറ്റേഷൻസ് ഓഫ് കരിയർ പ്ലാനിങ്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹോട്ട് സ്റ്റൗ റൂൾ ഇൻ എ വർക്ക് ഇൻ എൻവിറോൺമെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ വർക്കിംഗ് എൻവിറോൺമെൻറ്റ് ഹോട്ട് സ്റ്റൗ റൂൾ എങ്ങനെയാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി എഴുതാൻ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പെർഫോമൻസ് അപ്രൈസലിൻ്റെ പ്രോസസ്സ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ഇനി എസ് എ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൈൻ മാൻ പവർ പ്ലാനിങ്. എന്താണ് മാൻ പവർ പ്ലാനിങ്. ഒരു മാൻ പവർ പ്ലാനിങ്ങിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീ റിക്വസിറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വേജ് സിസ്റ്റം. ഓക്കെ, വേജ് സിസ്റ്റം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ടൈം റേറ്റും ഉണ്ട്, പീസ് റേറ്റും ഉണ്ട്, അതിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ദി ട്രെയിനിങ് പ്രോസസ്സ്. അപ്പോൾ ട്രെയിനിങ് പ്രോസസ്സിലെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് എഴുതാൻ. ഹൗ പെർഫോമൻസ് അപ്രൈസൽ ക്യാൻ ബി മെയ്ഡ് മോർ എഫക്റ്റീവ്. അപ്പോൾ ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ എഫക്റ്റീവിനെ പറ്റിയിട്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ 3 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒന്ന് ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോവാം, എന്നിട്ട് നിങ്ങൾ നോക്കാം. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ഊന്നൽ നൽകിയിട്ട്, ആ ഏരിയക്ക് ഊന്നൽ നൽകിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.